കത്തനാരുടെ ഒറിജിൻ സ്റ്റോറി തുടങ്ങുന്നത് ഇങ്ങനെയാണ്. വളരെ ദരിദ്രനായ ഒരു കുടുംബത്തിലാണ് കൊച്ചു പൗലോസ് ജനിക്കുന്നത്. എല്ലാവരും നഷ്ടപ്പെട്ട കൊച്ചു പൗലോസ് തന്റെ കഷ്ടതകൾ പള്ളിയിലെത്തി കത്തനാരോട് പറയുന്നു. കത്തനാർ പൗലോസിനെ ഏറ്റെടുക്കുന്നു. വളരെ മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു കൊച്ചു പൗലോസ്. കൊച്ചു പൗലോസിനെ എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസവും നൽകിക്കൊണ്ടും സുറിയാനി പഠിപ്പിച്ചുകൊണ്ടും ഒരു ചെമ്മാശനാക്കി മാറ്റുന്നു. പള്ളിയിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കൊച്ചു പൗലോസാണ്. ഒരിക്കൽ കൊച്ചു പൗലോസ് പശുക്കളുമായി കാട്ടിൽ മേയ്ക്കാൻ പോകുന്നു. ആ സമയത്താണ് പശുവിനെ ഒരു കടുവ ആക്രമിക്കുന്നത്. പശുക്കളെല്ലാം തന്നെ കാട്ടിലൂടെ ചിതറിയോടുന്നു. കത്തനാരും കൂട്ടരും പശുക്കളെ അന്വേഷിച്ച് കാട്ടിലേക്ക് വരുന്നു. നേരം ഇരുട്ടിയതിനാൽ തന്നെ പശുക്കളൊന്നും തന്നെ അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അവർ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ എല്ലാ പശുക്കളും ആ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കൊച്ചു പൗലോസ് മാത്രം തിരിച്ചെത്തിയില്ല. ഒരു കൂട്ടം ആൾക്കാരെയും കൂട്ടി കത്തനാർ കൊച്ചു പൗലോസിനെ തേടിക്കൊണ്ട് കാട്ടിലേക്ക് വീണ്ടും പോകുന്നു. പക്ഷെ എങ്ങും അവനെ കണ്ടെത്താൻ കഴിയുന്നില്ല. അവർ തിരിച്ചു പോരുന്നു. കൊച്ചു പൗലോസിനെയും കടുവ പിടിച്ചിട്ടുണ്ടാകാമെന്ന് എല്ലാവരും കരുതുന്നു. പക്ഷേ കത്തനാർ അത് വിശ്വസിക്കുന്നില്ല. ഇത്രയും നല്ലൊരു മനുഷ്യന് അത്തരത്തിലുള്ള ഒരു അന്ത്യം ഉണ്ടാകില്ല എന്നാണ് കത്തനാർ വിശ്വസിക്കുന്നത്. പള്ളിയിലേക്ക് തിരിച്ചു പോകാനുള്ള വഴി അറിയാതെ കാട്ടിൽ അലഞ്ഞു തിരികെയാണ് കൊച്ചു പൗലോസ്. അങ്ങനെ ഒരുപാട് നടന്ന ശേഷം കൊച്ചു പൗലോസ് ഒരു ഗുഹയ്ക്ക് മുമ്പിലെത്തുന്നു. ആ ഗുഹയുടെ കവാടം നോക്കി നിൽക്കുകയാണ്. അപ്പോഴാരോ പിന്നിൽ നിന്ന് വന്നുകൊണ്ട് കൊച്ചു പൗലോസിനെ ഗുഹക്കകത്തേക്ക് തള്ളിവിടുന്നു. അതിനകത്ത് മുഴുവൻ ഇരുട്ടായിരുന്നു. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ വെളിച്ചം കാണാൻ തുടങ്ങി. ആ വെളിച്ചത്തിൽ അവിടെ ഒരുപാട് ഭീകര സത്വങ്ങളെ പൗലോസ് കണ്ടു. അവർക്കവിടെ മൂത്തോനെ പോലെ വലിയൊരു നേതാവ് ഉണ്ടായിരുന്നു. ആ നേതാവിന്റെ അടുത്തേക്ക് അവർ പൗലോസിനെ എത്തിച്ചു. പൗലോസിനെ കഷ്ണങ്ങളാക്കി തിന്നു കളയട്ടെ എന്നാണ് അവർ നേതാവിനോട് ചോദിക്കുന്നത്. പക്ഷേ നേതാവ് അതിന് വിട്ടില്ല. അതിൽ പലരും നരഭോജികളായിരുന്നു. ആ ഗുഹക്കകത്ത് താമസിക്കുന്നത് മാന്ത്രിക താന്ത്രിക വിദ്യകൾ അറിയുന്ന ചില മലയരന്മാരാണ്. അവർക്കൊരു നേതാവുമുണ്ട്. അവരുടെ ആ ഗുരുവിന് പൗലോസിനെ നന്നായി ഇഷ്ടപ്പെടുന്നു. പൗലോസിനോട് അവിടെ തന്നെ നിൽക്കാൻ പറയുന്നു. അവരെല്ലാവരും തന്നെ നഗ്നരായിരുന്നു. പൗലോസിനും നഗ്നനാവേണ്ടി വന്നു. ജീവൻ രക്ഷിക്കാൻ മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതിനാൽ തന്നെ പൗലോസ് അവിടെ നിൽക്കാൻ തീരുമാനിക്കുന്നു. പൗലോസിന് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ആ ഗുഹക്കകത്തുണ്ടായിരുന്നു. അവിടെയുള്ള ഗുരു പൗലോസിനെ മാന്ത്രിക വിദ്യകളെല്ലാം തന്നെ പഠിപ്പിക്കുന്നു. 12 വർഷം പൗലോസ് അവരോടൊപ്പം ജീവിക്കുന്നു. ഗുരുവുമായി നല്ലൊരു ആത്മബന്ധത്തിലെത്തിയിരുന്നു പൗലോസ്. അപ്പോൾ അവിടെയുള്ള എല്ലാവരെയും കീഴ്പ്പെടുത്തി രക്ഷപ്പെടാനുള്ള മാന്ത്രിക വിദ്യകൾ പൗലോസ് അപ്പോഴേക്കും പഠിച്ചിരുന്നു. തന്റെ വളർത്തച്ഛനായ കത്തനാരെ കാണാനുള്ള ആഗ്രഹം പൗലോസ് ഗുരുവിനോട് പറയുന്നു. എല്ലാവരും കാണുക, പോകാനുള്ള അനുവാദം തനിക്ക് തരാൻ കഴിയില്ല എന്നും കഴിയുമെങ്കിൽ രക്ഷപ്പെട്ടോളൂ എന്നുമാണ് ഗുരു പറയുന്നത്. അങ്ങനെ തന്റെ മാന്ത്രിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരെയും കീഴടക്കിക്കൊണ്ട് പൗലോസ് ആ ഗുഹയിൽ നിന്നും പുറത്തു കടക്കുന്നു. കാട്ടിലൂടെ നടന്ന് നേരെ ചെന്നത് ഒരു മുത്തശ്ശിയുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ നിന്നും തന്റെ മാന്ത്രിക വിദ്യയിലൂടെ കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് പൗലോസ്. നേരെ ചെന്നുകൊണ്ട് തന്റെ വളർത്തച്ഛനായ കത്തനാരെ കാണുന്നു. കത്തനാർക്ക് ഏറെ സന്തോഷമാകുന്നു. ആ സമയത്താണ് പള്ളിയിൽ ഒരുപാട് ഭീകരജീവികൾ വന്നതായി വാർത്ത ലഭിക്കുന്നത്. പൗലോസ് അപ്പോൾ തന്നെ അങ്ങോട്ട് പോകുന്നു. ഗുഹയിൽ നിന്നും പൗലോസിനെ തേടി വന്നവരായിരുന്നു അവരെല്ലാം. എല്ലാ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടും തന്റെ മാന്ത്രിക വിദ്യയിലൂടെ പൗലോസ് അവരെ കീഴടക്കുന്നു. പൗലോസിന്റെ എല്ലാ ശക്തികളും കണ്ട ജനങ്ങളും കത്തനാരും പൗലോസിനെ അവിടുത്തെ കത്തനാരാക്കി മാറ്റുന്നു. അതാണ് കടമറ്റത്ത് കത്തനാർ. കടമറ്റത്ത് കത്തനാരുടെ ശക്തികൾ അറിഞ്ഞ ജനങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് അടുത്തേക്ക് വരാൻ തുടങ്ങി. അദ്ദേഹം ഈ ശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് ചാത്തന്മാരെയും യക്ഷുകളെയും ബാധകളെയും എല്ലാം തന്നെ ഒഴിപ്പിക്കാൻ തുടങ്ങി. ചാത്തന്റെ ഒറിജിൻ സ്റ്റോറീസിൽ ഒന്ന് ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. കാളകാട്ട് നമ്പൂതിരി വലിയ ശിവഭക്തനും വേദപണ്ഡിതനുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു മകനുണ്ടായിരുന്നില്ല. ഒരു ദിവസം ശിവനും പാർവതിയും വള്ളുവന്റെയും വള്ളുവത്തിയുടെയും രൂപത്തിൽ കാട്ടിലൂടെ നടക്കുമ്പോൾ പാർവതി ഗർഭം ധരിച്ചു. കർക്കിടക മാസത്തിലെ ഒരു ദിവസം അവർക്ക് ഒരു കറുത്ത നിറമുള്ള കുട്ടി ജനിച്ചു. ദൈവിക ശക്തിയുള്ള കുട്ടിയായിരുന്നു അത്. കുഞ്ഞിനെ കൈലാസത്തിലേക്ക് കൊണ്ടുപോകാനും കാട്ടിൽ ഉപേക്ഷിക്കാനും സാധിക്കാത്തതിനാൽ ശിവൻ തന്റെ ഭക്തനായ കാളകാട്ട് നമ്പൂതിരിക്ക് നൽകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആ കുഞ്ഞ് കാളകാട്ട് മനയിൽ വളരുന്നു. പക്ഷേ വളർന്നു വരുന്തോറും ആ കുട്ടി ബ്രാഹ്മണന്മാരുടെ ആചാരങ്ങൾ മറികടന്ന് സ്വതന്ത്രമായി പെരുമാറാൻ തുടങ്ങുന്നു. പഠനത്തിൽ വല്ലാത്ത ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലും ഗുരുവിനെ അനുസരിച്ചില്ല. ഗുരു ശാസിച്ചതിനോട് പ്രകോപിതനായ കുട്ടി ഗുരുവിനെ കൊല്ലുകയും ചെയ്തു. അതിനുശേഷം നമ്പൂതിരി ആ കുട്ടിയെ കുട്ടിച്ചാത്തൻ എന്ന് വിളിച്ചു തുടങ്ങി. പിന്നീട് കുട്ടിച്ചാത്തന്റെ സ്വഭാവം കൂടുതൽ ഉഗ്രമായി. ഒരു ദിവസം കുട്ടിച്ചാത്തൻ പശുവിനറുത്ത് രക്തം കുടിച്ചു. ഇത് കണ്ട നമ്പൂതിരി കുട്ടിച്ചാത്തനെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരുപാട് ബ്രാഹ്മണന്മാരെ കൂട്ടിക്കൊണ്ടുവന്ന് വലിയ ഹോമം നടത്തി കുട്ടിച്ചാത്തനെ വെട്ടി 390 കഷ്ണങ്ങളാക്കി ഹോമകുണ്ടത്തിൽ ഇട്ടു. ആ ഹോമകുണ്ടത്തിൽ നിന്നും കുട്ടിച്ചാത്തനടക്കം 390 ചാത്തന്മാർ ജനിച്ചു. അതാണ് ലോക സിനിമയിൽ പറഞ്ഞ 390 ചാത്തന്മാരുടെ കഥ. ഈ ചാത്തന്മാർ ബ്രാഹ്മണന്മാരെ ആക്രമിച്ചെന്നും മനകൾ ചുട്ടു ചാമ്പലാക്കിയെന്നുമൊക്കെയാണ് ബാക്കി കഥ. ഈ ഒരു ഒറിജിൻ സ്റ്റോറി കുട്ടിച്ചാത്തൻ തെയ്യവുമായി ബന്ധപ്പെട്ട് വന്നൊരു കഥയാണ്. എന്നാൽ ഈ ഒരു ഒറിജിൻ സ്റ്റോറിക്ക് മറ്റൊരു വേർഷൻ കൂടിയുണ്ട്. ആ ഒരു ഒറിജിൻ സ്റ്റോറി ഇങ്ങനെയാണ്. സന്യാസിമാരുടെ വേഷം ധരിച്ച് ശിവനും പാർവതിയും കേരളത്തിലെ കൂളി കാടുകളിൽ യാത്രയാകുന്നു. അവിടെ താമസിച്ചിരുന്ന മലയന്മാർ അവർക്ക് താങ്ങും ഭക്ഷണവും നൽകി. അപ്പോൾ ശിവൻ അവിടെയുള്ള സുന്ദരിയായ ഗോത്ര സ്ത്രീയായ കൂളിവാകയെ കണ്ടു. അവളോട് തന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞു.
ശിവന്റെ അഭ്യർത്ഥന കേട്ട് ആശ്ചര്യപ്പെട്ട കൂളിവാക തനിക്ക് ആർത്തവമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ആ സമയത്താണ് അസുരനായ ബൃങ്കാസുരൻ കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിരുന്നത്. അവരെ നേരിടാൻ പാർവതി കൂളിവാകയുടെ രൂപമെടുത്ത് ശിവനോടൊപ്പം ചേർന്നു. അതിന്റെ ഫലമായി ബൃങ്കാസുരനെ തോൽപ്പിക്കാനുള്ള ശക്തിയുള്ള കുട്ടിച്ചാത്തൻ ജനിച്ചു. കൂളിവാക തന്നെ കുട്ടിച്ചാത്തന്റെ അമ്മയായി. അവനെ സ്വീകരിച്ചു. തന്റെ മറ്റു കുട്ടികളോടൊപ്പം വനത്തിൽ വളർത്തി. കാലങ്ങൾ കടന്നുപോയി. കൂലിവാക തന്റെ മകനോട് സത്യാവസ്ഥ പറഞ്ഞു. അവന്റെ ദൈവിക മാതാപിതാക്കളായ ശിവനെയും പാർവതിയും കാണാൻ കൈലാസത്തിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചു. അവിടെ എത്തിയപ്പോൾ ശിവനും പാർവതിയും കുട്ടിച്ചാത്തന് യുദ്ധവിദ്യകൾ പഠിപ്പിച്ചു. കൂടാതെ ബൃങ്കാസുരനെ നേരിടാൻ വേണ്ടിയുള്ള ആയുധങ്ങളും നൽകി. വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്നാണ് ഈ ഒരു ക്യാരക്ടർ അറിയപ്പെടുന്നത്. ബൃങ്കാസുരനോട് യുദ്ധം ചെയ്യുമ്പോൾ വിഷ്ണുമായ കുട്ടിച്ചാത്തന്റെ കൈക്ക് പരിക്കുപറ്റി. അവിടെ വീണ രക്തത്തുള്ളികളിൽ നിന്നും 400 കുട്ടിച്ചാത്തന്മാർ ജനിച്ചു. ബൃങ്കാസുരൻ അമ്പെറിഞ്ഞപ്പോൾ 10 കുട്ടിച്ചാത്തന്മാർ വീണുപോയി. ശേഷിച്ച 390 കുട്ടിച്ചാത്തന്മാർ വിഷ്ണുമായക്കൊപ്പം നിന്ന് യുദ്ധം ചെയ്ത് ജയിച്ചു. അവർ പിന്നീട് മലയന്മാരുടെ രക്ഷകരായി. അതാണ് മറ്റൊരു സ്റ്റോറി. ഇനിയും ഒരുപാട് ഒറിജിനൽ സ്റ്റോറീസ് ഉണ്ടായിരിക്കാം. നിങ്ങൾ കേട്ടത് ഏതാണെന്ന് കമന്റ് ചെയ്യുമല്ലോ. ഐതിഹ്യമാലയിൽ പല കഥകളിലും ചാത്തൻ കഥാപാത്രം വരുന്നുണ്ട്. പഞ്ചനല്ലൂർ ഭട്ടതിരിക്ക് 400 ചാത്തന്മാരുണ്ടായിരുന്നെന്നും അതിൽ 390 ചാത്തന്മാരെ ആവണങ്ങാട്ട് പണിക്കർക്ക് കൊടുത്തു എന്നുമുള്ളൊരു കഥ അതിലുണ്ട്. കത്തനാർ കഥയിൽ വരുന്ന കുഞ്ചമൻ പോറ്റിയുടെ ചാത്തന്മാരെ കുറിച്ചും പറയുന്നുണ്ട്. ചാത്തന്മാരെ ദൈവമായി കണ്ട് ആരാധിക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങൾ ഇന്നുമുണ്ട്. പല കഥകളിലും ദുഷ്ടന്മാരായ ക്രൂരന്മാരായ ചാത്തന്മാരെ കുറിച്ചും പറയുന്നുണ്ട്. ചിലരുടെ ആരാധനയുടെയും വിശ്വാസങ്ങളുടെയും ഒക്കെ ഭാഗമാണ് ഈ ഒരു ചാത്തന്മാർ. നാടോടി കഥകളും മിത്തുകളും എല്ലാം തന്നെ നമ്മുടെ കൾച്ചറിന്റെ കൂടി ഭാഗമാണ്. അതെല്ലാം തന്നെ മോഡേൺ കാലത്തേക്ക് അഡാപ്റ്റ് ചെയ്തുകൊണ്ടുള്ള കഥകൾ ഇനിയും ഉണ്ടാകും. ചാത്തന്മാരെ കുറിച്ച് പറഞ്ഞ മറ്റു സിനിമകളെ കുറിച്ചും കഥകളെ കുറിച്ചും നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.